പ്രൈസ് ദ ലോർഡ്. ജോർജ് മുള്ളർ എന്ന് പറയുന്ന ഭക്തനായ ഒരു അതിശക്തനായ പ്രാർത്ഥനാ മനുഷ്യൻ്റെ അനുഭവമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. താൻ ഒരിക്കൽ തൻ്റെ അനാഥാലയത്തിൽ 1000-ൽ പുറത്ത് കുഞ്ഞുങ്ങളുമായി അവിടെ ആയിരിക്കുമ്പോൾ അടുത്ത ദിവസം പ്രഭാതത്തിലേക്കുള്ള ഭക്ഷണമില്ലെന്ന് തൻ്റെ പരഭാഗികൾ തന്നെ അറിയിക്കുവാനിടയായിത്തീർന്നു. അപ്രകാരം താൻ ആരോടും ഒന്നും ചോദിക്കാൻ തയ്യാറാകത്തില്ല, ദൈവത്തോട് മാത്രമേ തൻ്റെ ആവശ്യങ്ങൾ അറിയിക്കുന്ന ഒരു മനോഭാവമുള്ള മനുഷ്യനാണ് ജോർജ് മുള്ളർ. അപ്രകാരം താൻ മുഴങ്കാൽ മടക്കി ദൈവസനെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ആ പ്രാർത്ഥനയ്ക്കകത്ത് ചില ദൈവപ്രവർത്തികൾ കാണുവാൻ, താൻ കഴിഞ്ഞ നാളുകൾ കണ്ട ദൈവപ്രവർത്തികൾ വീണ്ടും കാണുമെന്നും ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അപ്രകാരം പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ ആ ദേശത്തിലെ ധനാഢ്യനായ ഒരു ഹോട്ടലുടമയോട് ദൈവം ഇടപെടുവാനിടയായി തീർന്നു. തൻ്റെ സ്വസ്ഥതയെ കെടുത്തി, ഈ അനാഥ കുഞ്ഞുങ്ങൾക്ക് നാളത്തെ പ്രഭാതത്തിനുള്ള ഭക്ഷണം നീ ഇവിടുന്ന് തയ്യാറാക്കി കൊണ്ടുപോയി കൊടുക്കണം. അപ്രകാരം തന്നെ ജോലിക്കാരുമായി അതെല്ലാം തയ്യാറാക്കി ഹാലലിയ വെളുപ്പിനെ തന്നെ താൻ എത്തിച്ചേരുവാനിടയായി തീർന്നു. ഹാലലിയ നല്ല ചൂടുള്ള അപ്പവുമായി താൻ എത്തിച്ചേരുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, പ്രാർത്ഥിച്ച ജോർജ് മുള്ളറിന് വേണ്ടി ഇതാ പ്രഭാതമായപ്പോൾ ഇതാ ഒരു വാഹനത്തിൽ ഹാലിയ കുഞ്ഞുങ്ങൾക്കുള്ള 1000-ൽ പുറത്ത് കുഞ്ഞുങ്ങൾക്ക് ആഹാരവുമായി എത്തി ഹാലലിയ വണ്ടി എത്തുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, ഹാലലിയ അവിടുത്തെ ജോലിക്കാർക്ക് അധ്വാനിക്കാതെ, അവർ ഒന്നും ചെയ്യാതെ തന്നെ അവർക്ക് വേണ്ടുന്ന ഫുഡിനെ ദൈവം അവർക്ക് വേണ്ടി കൊടുത്തു. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഒരിക്കൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ പ്രാർത്ഥിക്കുന്ന ദാനിയേൽ ഹാലലിയ സിംഹക്കുഴിയിൽ വീണപ്പോൾ രാജാവ് ഉപവസിക്കുവാനിടയായി തീർന്നു. അവൻ്റെ ഉറക്കത്തെ കെടുത്തി ഹാലലിയ പ്രഭാതത്തിൽ തന്നെ അവിടെ എത്തുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നീ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണെങ്കിൽ നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. പ്രാർത്ഥിക്കാൻ മുഴങ്കാൽ മുന്നേ ഏത് വിഷയത്തിനും മറ്റാരോടും പറയുന്നതിനേക്കാൾ ഉപരിയായി ദൈവവുമായി നീ ഷെയർ ചെയ്യാൻ താല്പര്യം കാണിച്ചാൽ നിന്റെ ഹാലിലെ പ്രാർത്ഥനാ മുറിക്കുള്ളിൽ ആ വിടുതൽ കാണുവാനിടയായി തീരും. ഹല്ലേലൂയ. മൊർദെഖായിയെ തകർക്കുവാൻ ഹാമാൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഈ രാജാവിൻ്റെ ഉറക്കത്തെ ദൈവം കെടുത്തി. ഹാലലിയ ദിനവൃത്താന്ത പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ ഹാലലിയ മൊർദെഖായിക്ക് ചെയ്യേണ്ടത് താൻ ചെയ്തിട്ടില്ലെന്നും അത് ചെയ്യുവാൻ അടുത്ത ദിവസം ഹാലലിയ ഹാമാനോട് പറയുകയും ചെയ്യുവാനിടയായി തീർന്നു, മാനിക്കുവാനിടയായി തീർന്നു. തകർക്കുവാൻ നിൽക്കുന്നവരുടെ മധ്യത്തിൽ ദൈവസനെ വിശ്വസ്തയോടെ നിൽക്കാൻ നീ തയ്യാറായാൽ ദൈവം നമ്മെ മാനിക്കുവാനിടയായി തീരും. നീ ആയിരിക്കുന്ന വിഷയങ്ങൾ പല വലിയ വിഷയമായിരിക്കാം. ഇവിടെ 1000-ൽ പരത്ത് കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ഫുഡ് കൊടുക്കാൻ തനിക്ക് കയ്യിലൊന്നുമില്ല. താൻ എങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷേ താൻ ദൈവസനെ മുഴങ്കാൽ മടക്കി ദൈവം ഇടപെടേണ്ട മണ്ഡലങ്ങൾ ഇടപെട്ട്, ഞാൻ പറയട്ടെ, നീ നിൽക്കുന്ന പ്രതിസന്ധികൾ വലുതായിരിക്കാം, പ്രശ്നങ്ങൾ വലുതായിരിക്കാം. പക്ഷേ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി ഇറങ്ങും. നീ മുഴങ്കാൽ മടക്കിയാൽ ആ മുഴങ്കാൽ മടക്കുന്നിടത്ത് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ച ദൈവം ഈ നാളുകളിൽ പ്രവർത്തിപ്പ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മെ